ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. നൂർജഹാൻ ഇരുന്ന് കരയുന്ന കണ്ടുകൊണ്ട് നമ്മുടെ ശാരദാമ്മ ചോദിക്കുക, അല്ല മോള് കരയുവാണോ? വലിയ ധൈര്യശാലിയാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കരയുവാണോ? ഞാൻ പിന്നെ എന്ത് ചെയ്യും ശാരദാമ്മേ? ധൈര്യം തരേണ്ട ആളെ തേടി പോലീസുകാർ ഓടിപ്പാഞ്ഞു നടക്കുക. ഇതെന്താകുമെന്നോ ഏത് രീതിയിൽ അവസാനിക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല ശാരദാമ്മേ. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം മോളെ നമ്മളൊരു കടുത്ത തീരുമാനം എടുക്കാനും അതിൻ പ്രകാരം മുന്നോട്ട് പോകാനുമല്ല. പോലീസും അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാ. ഇതിനെയെല്ലാം നേരിടാനുള്ള ധൈര്യമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. എനിക്ക് പേടിയാ ശാരദാമ്മേ. അനൂപിനെ ഇനി തിരിച്ചു വിട്ടില്ലെങ്കിലോ അനൂപിൻ്റെ അമ്മ ഇതുപോലെ പോലീസ് കേസും ഒക്കെ ഉണ്ടെന്നറിയുമ്പോൾ അക്കാര്യം ഓർത്തെൻ്റെ മോള് വിഷമിക്കണ്ട. മോളെ, അനൂപ് നിന്നെ ഏൽപ്പിച്ചിട്ട് പോയതേ ഈ ശാരദാമ്മയുടെ അടുത്താ. വേറെ ആരെ പേടിച്ചില്ലെങ്കിലും അവൻ എന്നെ പേടിക്കും. അതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ തടസ്സം ഉണ്ടാക്കിയാലും അവനിവിടെ വരാതിരിക്കാൻ പറ്റില്ല. അവൻ വന്നില്ലെങ്കിൽ ഈ ശാരദ വരുത്തും. ഇപ്പോൾ ആലോചിച്ചിട്ട് ചെയ്തത് എടുത്തിയാട്ടമായി പോയോന്ന് തോന്നുക. ബാപ്പിച്ചിയുടെ കാര്യം അതൊരു വേദനയായിട്ട് എൻ്റെ ഉള്ളിൽ കിടന്ന് നീറുക. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു പ്രയോജനമില്ലെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് മോളെ പ്രയോജനം ഇല്ലാതെ വരുന്നത്? നസീറുമായിട്ടുള്ള മോളുടെ വിവാഹമേ നസീറിൻ്റെ ബാപ്പയും ഉമ്മയുമായിട്ട് ബലവാട്ടി പിടിച്ച് നടത്തത്തില്ലായിരുന്നോ? ആ ഒരു പൊല്ലാപ്പ് ഈ ഒളിച്ചോട്ടം കൊണ്ടങ്ങ് മാറിപ്പോയല്ലോ. അല്പം മുമ്പ് ആ പോലീസുകാരനെ ഈ വീട്ടിനകത്തോട്ട് കയറി വന്നിരുന്നെങ്കിൽ എല്ലാം തീർന്നാനെ. അങ്ങനെ തീരുവോ? അങ്ങനെ തീർക്കാൻ ഈ ശാരദാമ്മ സമ്മതിക്കുവോ? മോളൊന്നും മനസ്സിലാക്കണം. അനൂപ് എൻ്റെ വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ. അവൻ എൻ്റെ മോൻ തന്നെയാണ്, എൻ്റെ ഭർത്താവിൻ്റെ മോൻ. അവൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന പെണ്ണാ നീ. അപ്പോൾ നീ എൻ്റെ മരുമോളല്ലേ? അപ്പോൾ എൻ്റെ മരുമോളെ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. നിന്നെ അനൂപ് ഏൽപ്പിച്ചത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന. നീ ഇവിടെ സുരക്ഷിതയായിരിക്കുമെന്ന് അവന് നല്ലതുപോലെ അറിയാം. അവൻ്റെ ആ വിശ്വാസം ഞാൻ പാലിക്കണ്ടേ? ഞാനൊരു ഭാഗ്യമില്ലാത്ത കുട്ടിയാ ശാരദാമ്മേ. ഉമ്മയുടെ സ്നേഹം അധികമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ബിസിനസ് കാര്യമായിട്ട് ബാപ്പിച്ച് എന്നും തിരക്കുമായിരുന്നു. കൂടുതൽ ദിവസങ്ങളും ആ വലിയ വീട്ടിൽ ഞാൻ തനിച്ചായിരുന്നു. കോളേജിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് പുറം ലോകമായിട്ടൊരു ബന്ധം ഉണ്ടായത് തന്നെ. ആദ്യമായിട്ട് തന്നെ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അനൂപാണ്. ആദ്യമായി കിട്ടിയ സ്നേഹം അതായതുകൊണ്ടായിരിക്കും എനിക്കത് പിന്നെ ഉപേക്ഷിക്കാനും കഴിഞ്ഞില്ല. പിന്നീട് ആ സ്നേഹം മനസ്സിൽ തളച്ചപ്പോൾ അത് കളയാനും പറ്റുന്നില്ല. അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി. മരിക്കുന്നവരെ അനൂപിൻ്റെ കൂടെ ഉണ്ടാവണം. അവൻ നല്ലവനാ മോളെ, സ്നേഹമുള്ളവനാ. നിന്നെ അവൻ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട. അതൊരു കാറ്റ് വന്നാൽ കെട്ടുപോകുന്നത്രയേ ഉള്ളൂ. ശാലിനി ചേച്ചി ഇതൊക്കെ സമ്മതിക്കുമോ ശാരദാമ്മേ? ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങളെ രണ്ടുപേരെ എന്തുവായാലും ശാലിനി കൈവിടില്ല. ശാലിനി ഇപ്പോൾ ഇവിടെ എത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളു മോളെ. എന്തായാലും മോള് സമാധാനമായിട്ടിരിക്കും. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ സന്തോഷം കൊണ്ട് നൂർജഹാൻ ശാരദാമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. ചന്ദ്രബോസ് കുറേ പോലീസുകാർക്കൊക്കെ അനൂപിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്തിരുന്നു. അതും പ്രകാരം കുറച്ച് പോലീസുകാരൊക്കെ റോഡിലിങ്ങനെ നിൽക്കുവാണ്. വരുന്ന വണ്ടികളൊക്കെ അവർ തടഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അനൂപും അവൻ്റെ മാമൻ ബാലനും കൂടെ അങ്ങോട്ട് വരുന്നത്. വണ്ടി തടഞ്ഞു നിർത്തുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, വണ്ടിയുടെ പേപ്പറും എല്ലാം കറക്റ്റാണ്, വെറുതെ നിങ്ങളുടെ സമയവും എൻ്റെ സമയവും കളയണ്ട. പോലീസുകാരൻ പറയുന്നത്, എനിക്ക് വണ്ടിയുടെ പേപ്പറൊന്നും അല്ല വേണ്ടത്, എനിക്ക് ഇവനെയാ. എടാ, നിൻ്റെ പേര് അനൂപെന്നല്ലേ? അതെ, ഇങ്ങോട്ട് ഇറങ്ങടാ പുറത്തോട്ട്. എന്തിനാ സാറേ? ഇടോ, പിടിച്ചിറക്കട ഇവനെ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് പിടിച്ചിറക്കുന്നുണ്ട് അനൂപിനെ. ബാലൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുന്നു, എന്തുവാ നിങ്ങളീ കാണിക്കുന്നത്? അതെ, ഇവനൊരു പെൺകുട്ടിയെ അടിച്ചോണ്ട് പോന്നിരിക്കുക. എവിടെടാ പെണ്ണ്? എനിക്കറിയില്ല. എന്തിനാ അയാൾ മറ്റുള്ള പോലീസുകാരോട് പറഞ്ഞു, ഡാ ഡിക്കി തുറന്ന് നോക്കടാ. ബാലൻ പറയുന്നത്, എന്തൊക്കെയാണ് നിങ്ങളീ കാണിക്കുന്നത്? ഞങ്ങൾ ഇതിനകത്ത് ആരെയും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. അങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. നിങ്ങളീ പെൺകുട്ടി എന്നൊക്കെ പറയുന്നല്ലോ. ഏത് പെൺകുട്ടിയുടെ കാര്യമാണ് നിങ്ങളീ പറയുന്നത്? പെൺകുട്ടി ഏതാന്നൊക്കെ ഇവൻ പറയും. ഡാ പറയടാ, ആ പെണ്ണും നീയും തമ്മിലുള്ള ബന്ധം ഇയാൾക്ക് പറഞ്ഞു കൊടുക്കടാ. സാറേ ഏത് പെണ്ണിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്? പോലീസുകാരൻ പെട്ടെന്ന് മൊബൈലിലെ നൂർജഹാൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നത്, താണ്ട് ഇതാ പെണ്ണ്. ഈ പെണ്ണിനെ നീ അറിയത്തില്ലയോടാ? അനൂപ് നൂർജഹാനെ കണ്ടിട്ടേ ഇല്ലെന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിൽക്കുവാണ്. ബാലനാണെ ഫോട്ടോ വാങ്ങിച്ച് നോക്കിയിട്ട് ബാലനും അറിയില്ല. അനൂപിന് പെട്ടെന്ന് എന്തോ ബുദ്ധി പ്രവർത്തിച്ചെന്ന് തോന്നുന്നു. പെട്ടെന്ന് അനൂപ് പറയാം, ഇവളെ എനിക്കറിയാം, ഇവളുടെ പേര് നൂർജഹാനെന്നാ. ഇവൾക്ക് എന്ത് പറ്റിയെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവളെ കാണാനില്ല, നീയാ കൊണ്ടുപോയിരിക്കുന്നതെന്നാ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ബാലൻ പറയാം, അത് ശരി, കൊള്ളാമല്ലോ. പരിചയമുള്ള ഒരു പെണ്ണിനെ കണ്ടില്ലെന്ന് കരുതി ആ പഴി ഇവൻ്റെ തലയിലോട്ട് കെട്ടിവെക്കാൻ നോക്കുവാണോ?
കൊള്ളാമല്ലോ നിങ്ങളുടെ വേല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കൊണ്ടുപോകുന്ന പോലീസിൻ്റെ ബുദ്ധി കൊള്ളാം. അതെന്തായാലും എൻ്റെ അനന്തരം എൻ്റെ അടുത്ത് വേണ്ട. അപ്പോൾ അമ്മാവനും മരുമാവനൂടെ ചേർന്നാണോ പെൺകുട്ടിയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? പോലീസുകാരൻ ചോദിക്കുക. ബാലം വിട്ടുകൊടുക്കുക. ദേണ്ടേ, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ അന്വേഷിക്കുന്ന പെൺകുട്ടി ഈ കാറിനകത്തങ്ങനെ ഉണ്ടോ? ഞങ്ങളുടെ കൂടെ ഉണ്ടോ? ആദ്യം നിങ്ങൾ ആ പെൺകുട്ടി എവിടെ ഉണ്ടെന്ന് പോയി അന്വേഷിക്കുക. എന്നിട്ട് മതി ഇവൻ അതിനകത്ത് പങ്കുണ്ടോ എന്നറിയുന്നത്. എന്താടാ നീ ഞങ്ങളെ പേടിപ്പിക്കുവാണോ? എൻ്റെ ഈ വേഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത്രയ്ക്കൊക്കെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളാണ് ഞാനെന്ന്. ഇനി അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയേ മന്ത്രിമാരെയോ MLA-മാരെയോ ആരെങ്കിലും ഞാൻ വിളിച്ചു തരണോ എന്നും പറഞ്ഞ് പെട്ടെന്ന് ബാലൻ ഫോണൊക്കെ എടുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ആ പോലീസുകാരൻ പറഞ്ഞു, അയ്യോ വേണ്ട, ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞ് അന്വേഷിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാലേ ഞങ്ങൾക്ക് എളുപ്പം പോകേണ്ട കാര്യമുണ്ട്. ഇവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇവനെ എനിക്ക് എളുപ്പം ബാംഗ്ലൂരിൽ എത്തിക്കണം. നിങ്ങളുടെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഇപ്പോൾ എനിക്ക് ഇവനെ നിങ്ങൾക്ക് വിട്ടുതരാൻ പറ്റില്ല. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ ഇവനെയും കൊണ്ട് നിങ്ങളോടൊപ്പം സ്റ്റേഷനിൽ വരാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം, എൻ്റെ യാത്ര മുടങ്ങിയതിനും അതുമൂലം ഉണ്ടാകുന്ന എൻ്റെ എല്ലാ നഷ്ടത്തിനും നിങ്ങൾ ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേണമെങ്കിൽ മിനിസ്റ്ററെ വിളിച്ച് സംസാരിക്കാം. പോലീസുകാരനൊന്ന് വരണ്ടു പോയി. അയ്യോ വേണ്ട വേണ്ട, വല്ല ഓണം കയറാൻ മൂലയിലങ്ങനെ ട്രാൻസ്ഫർ കിട്ടിപ്പോന്ന് പേടിച്ചിട്ടായിരിക്കും. പോലീസുകാരൻ പറയുക, അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ പൊയ്ക്കോ സാർ. അങ്ങനെ അനൂപും ബാലനും കാറിൽ കയറി അങ്ങ് പോരുവാണ്. അനൂപ് ആകെ പേടിച്ച് വരച്ചിരിക്കുവാണ്. മാമനോട് പറയണോ വേണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശാരദാമ്മയാണ് ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ശാലിനി മക്കളെയും കൊണ്ട് ഏതോ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. ശാലിനി ശാരദാമ്മയെ വിളിക്കുന്നു. ശാരദാമ്മ ഫോൺ എടുത്തിട്ട് പറയുന്നു, എൻ്റെ ശാലിനി, നിങ്ങളിത് എവിടെ, ഏത് റേഞ്ചില്ലാത്ത സ്ഥലത്താണ് എൻ്റെ മോളെ നീ നിൽക്കുന്നത്? ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചെന്നറിയാവോ? ഒരറിവും ഇല്ലല്ലോ. കുട്ടികളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? സന്തോഷത്തോടെ ഇരിക്കുന്നു? അമ്മേ, അതിവിടെ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നം ഉണ്ടായിരുന്നോ? എന്ത് പ്രശ്നം? എന്തുവാണ് നീ പറയുന്നത്? അമ്മ, കുട്ടികൾക്ക് ആ പ്രശ്നം ഉണ്ടായത്. അയ്യോ, കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി? അത് അമ്മ, അവർക്കൊരു അപകടം ഉണ്ടായി. അപകടമോ എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് പേടിച്ചു പോയി. അമ്മ, ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ട്രിപ്പൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുക. അയ്യോ, ഞാനിവിടെ നിന്നേ ഉള്ളൂ. എൻ്റെ ചിന്ത മുഴുക്കാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു. പരിചയമില്ലാത്ത സ്ഥലമല്ലയോ. എടി മോളെ, എന്നിട്ട് വിഷ്ണു എവിടെ? വീട്ടിലോട്ട് ഫോൺ ചെയ്യുവാണെന്ന് തോന്നുന്നമ്മേ. നിങ്ങൾ ഇരുട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ വരണേ. എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാക്കി വെക്കാമല്ലോ. അമ്മേ, അത് ഇവിടുന്ന് ഡിസ്ചാർജായി വരണ്ടേ? ചിലപ്പോൾ പുലർച്ചെയാകുമായിരിക്കും. പിന്നെ അവിടെ എന്തൊക്കെയുണ്ടമ്മേ വിശേഷം? ഇവിടെ വിശേഷങ്ങളേ ഉള്ളു. നീ ഇങ്ങോട്ട് വന്നാൽ പിന്നെ നിനക്ക് നിന്നു തിരിയാൻ സമയമില്ലാത്ത രീതിക്ക് നിനക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിൻ്റെ അനിയൻ അനൂപ്. എൻ്റെ ശാലിനി, അവൻ ആ പെൺകൊച്ചിനെ വിളിച്ചോണ്ട് ഇഞ്ഞ് പോന്നു. അമ്മ എന്തുവാ പറയുന്നത്? ആരെ? ആ നൂർജഹാനെയാണോ? അതേ മോളെ. അവൻ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി കല്യാണം നടത്തിയിട്ട് അവൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് ആ കൊച്ചിനെ. എൻ്റെ അമ്മയെ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? നൂർജഹാൻ്റെ വീട്ടുകാർ വെറുതെ ഇരിക്കുന്നെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുവാ മോളെ ഞാൻ. നീ വന്നിട്ട് എല്ലാം തീരുമാനിക്കാമെന്നാണ് അനൂപ് പറയുന്നത്. എന്തായാലും ആ കൊച്ചുകൂടെ ഉണ്ട്. ശരിയമ്മേ, അവനെ എന്തുവാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. രാഘവേട്ടൻ വാതക്കൽ അങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ കമലനൊരു ബൈക്കിൽ ആഞ്ഞ് സ്പീഡിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛാ, ഓട്ടോയിലൊക്കെ നോക്കി വച്ചാ. ഞാൻ നോക്കിയതാടാ, എന്നാൽ നീ കൂടെ ഒന്ന് നോക്കിക്കേ എന്ന് പറയുമ്പോൾ നമ്മുടെ കമലൻ ആ ഓട്ടോയിൽ സ്വർണ്ണമാണെന്ന് തോന്നുന്നു നോക്കുന്നുണ്ട്. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. എടാ, നീ ആ സീറ്റിൻ്റെ അടിയിലൊക്കെ കൂടെ ഒന്ന് നോക്കിക്കേ. ഇതിനകത്തുണ്ടെങ്കിൽ ഇവിടെ കാണണ്ടേ? അപ്പോൾ സത്യഭാമ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, പിന്നെ ചന്ദ്രബോസ് ഇവിടെ വന്നിട്ട് എന്തൊരു അട്ടഹാസമായിരുന്നു. ഇവിടെ സ്വർണ്ണം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് എത്ര പോലീസുകാരെ ഇവിടെ കയറി ഇറങ്ങിയത്. ചുമ്മാതെ പറയുന്നതാവും. കമലം പറയുക, എവിടെങ്കിലും കൊണ്ട് മറന്നു വെച്ചിട്ട് അവസാനം ഓട്ടോക്കാരുടെ നെഞ്ചത്ത് കൊണ്ട് വെക്കുകയും ചെയ്യും. പോലീസുകാർക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കേട്ടാൽ മതി ഓട്ടോക്കാരുടെ മുതുകത്ത് കയറി നിൽക്കാൻ. പാവങ്ങളാണല്ലോ, അപ്പോൾ അവർക്ക് എന്തുവാകാമല്ലോ ഞങ്ങളോട്. ആ സമയത്ത് വിഷ്ണുവിൻ്റെ ഫോൺ നമ്മുടെ കമലന് വരുന്നുണ്ട്. കമലൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ആശാനെ, ഇത് എവിടെയായിരുന്നു? പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ. നീ ഇപ്പോൾ എവിടെയാ? ആശാൻ്റെ വീട്ടിൽ? എൻ്റെ വീട്ടിലോ? പെട്ടെന്ന് സത്യം ആ ഫോണിങ്ങാണ്ട് തന്നടാ, ഞാൻ പറയട്ടെടാ അവനോട് എന്നും പറഞ്ഞ സത്യം ആ കമലിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുവാണ്. എടാ, നീ എവിടെ പോയി കിടക്കുക? എന്തൊക്കെ കുഴപ്പങ്ങളാടാ നീ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്ത് കുഴപ്പം? എന്തുണ്ടായെന്നാ അമ്മ പറയുന്നത്? എടാ, നീ ഞങ്ങളെ പോലീസുകാരെ ഏൽപ്പിച്ചിട്ടാണോടാ നീ ടൂർ പോയത്? അതോ ഇനി നീ ടൂർ പോയപ്പോഴേ അച്ഛനും അമ്മയ്ക്കും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി തന്നിട്ട് പോയതാണോ? എന്താടാ, നിനക്കൊന്നും മനസ്സിലാകുന്നില്ലയോ? നിന്നെ തപ്പി പോലീസുകാരുടെ കയറി ഞെരങ്ങുമാടാ. എന്നെ തെറിക്കോ? അതെന്തിനാ? എന്തിയാടാ നിൻ്റെ ഭാര്യ കളക്ടറമ്മ? അവളുടെ കൂടെ നീ കറങ്ങി നടക്കുന്നത് വല്ലവരുടെയും സ്വർണം കൈവച്ചോണ്ടാണോടാ? അതോ ഇനി ആ സ്വർണ്ണമെല്ലാം കൂടെ നീ അവളെ ഇട്ടങ്ങ് അണിയിച്ചോ?
അമ്മ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഒന്ന് തെളിച്ച് പറയാമേ. ഏത് സ്വർണം, ആരുടെ സ്വർണം ആരെടുത്തു? എടാ നീ എടുത്തെന്ന്. ഞാനോ? പിന്നല്ലാതെ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിൻ്റെ ഓട്ടോയിൽ കയറിയ ഒരു അച്ഛൻ്റെയും മകളുടെയും സ്വർണം കാണാനില്ലെന്ന്. അത് നിൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞാൽ പോലീസ് ഇവിടെ കയറി ഇറങ്ങി ഞങ്ങളെ ശല്യം ചെയ്യുന്നത്. പെട്ടെന്ന് വിഷ്ണുവിന് സംഭവം ഓർമ്മ വരുവാണ്. അങ്ങനെ ഒരു അച്ഛനും മകളും രാത്രിയിൽ വിഷ്ണുവിൻ്റെ ഓട്ടോയിൽ കയറിയല്ലോ എന്ന്. എടാ നീ എങ്ങാനോ ആ സ്വർണ്ണം എടുത്തോണ്ടെങ്ങാനോ ആണോ പോയിരിക്കുന്നത്? അമ്മേ വേണ്ടേ, അമ്മ എന്തോന്ന് വർത്താനോ അമ്മേ പറയുന്നത്? ഞാനത് എടുക്കുമോ? അമ്മ എന്നെ അങ്ങനെയാണോ വളർത്തിയിരിക്കുന്നത്? അതിനിപ്പം ഞാൻ വളർത്തിയ പോലാണോ നീ ജീവിക്കുന്നത്? അച്ചിക്കും കൊച്ചുങ്ങൾക്കും വേണ്ടി എത്ര കിട്ടിയാലും തികയാത്ത രീതിക്കല്ലേ നിൻ്റെ പോക്ക്? കാഴ്ചകളൊക്കെ കൂടുതൽ കണ്ടങ്ങ് നടക്കുമല്ലേ? അപ്പോഴേ കാശിനൊക്കെ കൂടുതൽ ആവശ്യവും കണ്ടേക്കും. അമ്മേ വെറുതെ ആവശ്യമില്ലാതെ അമ്മ സംസാരിക്കരുത്. ഞാൻ അവരെ സഹായിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവരുടെ സ്വർണ്ണമൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും ഞാൻ അങ്ങോട്ട് വരട്ടെ, കാര്യങ്ങൾ പറഞ്ഞവരെ മനസ്സിലാക്കാൻ. എടാ നീ ഇങ്ങോട്ട് കയറിപ്പോയേക്കരുത്. കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടുള്ള മക്കളെ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് നിന്നെ കാണുകയും വേണ്ട. എനിക്കിങ്ങനെ ഒരു മോനുമില്ല. വെച്ചിട്ട് പോടാ ഫോണ്. അതെ എനിക്ക് സംസാരിക്കണം, ഫോൺ ഇങ്ങോട്ട് താ എന്നും പറഞ്ഞ് നമ്മുടെ രാഘവേട്ടനെ സത്യാമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുന്നുണ്ട്. എടാ മോനെ, അച്ഛനാടാ. എന്താടാ മോനെ നിനക്ക് പറ്റിയത്? ഞങ്ങൾ വിളിച്ചിട്ട് മോനെ കിട്ടിയില്ല അച്ഛാ. ഞങ്ങൾ നിൽക്കുന്നിടത്ത് റേഞ്ച് ഇല്ലായിരുന്നു, അതാ കിട്ടാഞ്ഞത്. മോനെ നീ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞച്ചാ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ചെറിയ അപകടം പറ്റി. അയ്യോ അപകടമോ? അയ്യോ എന്നിട്ട് എന്തെങ്കിലും പറ്റിയോടാ? ഒന്നുമില്ലച്ചാ, ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങും. മോൻ ടെൻഷനൊന്നും അടിക്കണ്ട. മോൻ വന്നിട്ട് വേണം ഈ പ്രശ്നങ്ങളൊക്കെ സമാധാനപരമായൊന്ന് പറഞ്ഞു തീർക്കാൻ. ശാലിനി ചോദിക്കുന്നു, എന്താ വിഷ്ണുവേട്ടാ? നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം ശാലിനി. അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ അമ്മയെ വിളിച്ചിരുന്നു, അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രോബ്ലം. സത്യാമ്മ രാഘവേട്ടനോട് പറയുക, അല്ല മോനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ട് എന്ത് ചെയ്യാനാ? സ്വർണ്ണം എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? അതിപ്പോൾ അവൻ്റെ കയ്യിലാ പോയെന്ന് നിനക്കറിയാവോ? അതിനിപ്പോൾ ഉത്തരവാദി അവൻ തന്നെ ആണല്ലോ. രാഘവേട്ടൻ എന്നിട്ട് കമലിനോട് ചോദിക്കുന്നത്, എടാ കമല, നമ്മളിപ്പോൾ എന്തുപാടാ ചെയ്യുന്നത്? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. വിഷ്ണുവും ശാലിനിയും കൂടെ പറയുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ. മക്കളെ ഡിസ്ചാർജ് വാങ്ങി പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം. നസീറാണെ വീടിൻ്റെ മുറ്റത്ത് വെടികൊണ്ട വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നടക്കുവാണ്. അവൻ ചന്ദ്രബോസിൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ഉടനെ തന്നെ നസീറും അബൂബേക്കറും ചെന്ന് ചന്ദ്രബോസിനെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരുന്നുണ്ട് അകത്തോട്ട്. അബൂബേക്കർ പറയുന്നു, വല്ലാത്തൊരു വിഷമഘട്ടത്തിലാണല്ലോ സുഹൃത്തെ നമ്മൾ വീണ്ടും കാണേണ്ടി വന്നത്. എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന പ്രശ്നമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇല്ലേ? ആളെ കിട്ടിയതായിരുന്നു, പക്ഷേ രാഷ്ട്രീയ സ്വാധീനം മൂലം ആളെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റിയില്ല. ചില സമയം ഞങ്ങളുടെ യൂണിഫോമിലുള്ള നക്ഷത്രത്തെക്കാളും വിലയെ രാഷ്ട്രീയക്കാരുടെ വാക്കുകൾക്കാണുള്ളത്. അബൂബേക്കർ പറയുക, എനിക്ക് ബോസിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. ഏത് മന്ത്രിയാണ് മുന്നിൽ നിന്ന് കളിച്ചതെന്നും അറിയാം. നസീർ പറയുക, ഞങ്ങൾക്ക് പക്ഷേ ഒരു രാഷ്ട്രീയക്കാരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യാനുള്ള ചങ്കൂറ്റമുണ്ട്, പക്ഷേ ബാപ്പ തടഞ്ഞതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ കുടുംബത്തിലെ മാനം നഷ്ടപ്പെടുത്തിയവൻ്റെ ജീവനെടുക്കാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട. അത് കേട്ടിട്ട് അബൂബേക്കർ ചന്ദ്രബോസിനോട് പറയാ, ഇതാണ് ഇവൻ്റെ ഒരു കുഴപ്പം. മുന്നും പിന്നും നോക്കത്തതുമില്ല, വരും വരായികളെ കുട്ടി ചിന്തിക്കത്തതുമില്ല. നമ്മളെപ്പോഴും ഇറങ്ങുമ്പോഴും കയറുമ്പോഴും മുന്നിൽ 2 പടികളുണ്ടെന്ന് അഡ്വാൻസായിട്ട് മനസ്സിൽ കരുതി വേണം കാലുകൾ വെക്കാനായിട്ട്. അബൂബേക്കറിൻ്റെ പുതിയ കണ്ടുപിടുത്തം. കാല് വെക്കാൻ ഉറപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ അതിൽ ചവിട്ടാവൂ. ഞാൻ അങ്ങനെ ചിന്തിച്ച് മുന്നേറുന്ന ഒരാളാണ്. എന്ത് ചെയ്യാനാ, എൻ്റെ മകൻ അതില്ല. ചന്ദ്രബോസ് പറയാ, നമ്മളിപ്പോൾ വെച്ച വലക്കണി അർത്ഥം പുറത്തു പോയെങ്കിലും അവനങ്ങ് പൂർണ്ണമായും രക്ഷപ്പെട്ടെന്ന് പറയാനൊക്കത്തില്ലല്ലോ. ഒരു സൂര്യാസ്തമയം കൊണ്ട് എല്ലാം അങ്ങ് തീർന്നെന്ന് വിചാരിച്ചാൽ പിന്നെ എന്തോന്നിന് വേണ്ടിയിട്ടാടോ? നാളെ ഉദിക്കുന്ന സൂര്യൻ നമുക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കണം. ഇപ്പം രക്ഷപ്പെട്ട് നാളെ നമ്മുടെ മുൻപിൽ തന്നെ വന്ന് പെടുവെന്ന് ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇപ്പം നമ്മുടെ മുന്നിലൊരു ചെറിയ വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം അവൻ്റെ മുന്നിൽ കൊണ്ട് എത്തിക്കും എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസ് നൂർജഹാനെയും അനൂപിനെയും തിരക്കിയുള്ള ഓട്ടത്തിലാണ്. നമ്മുടെ വിഷ്ണു വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിനെ കള്ളപ്പേരി കൊടുക്കാനുള്ള ഓട്ടത്തിലുമാണ് ചന്ദ്രബോസ്. ഇനി എങ്ങനെയാണ് വിഷ്ണുവും ശാലിനിയും ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ പോകുന്നതെന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.